ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധീകരിച്ച് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ പ്രത്യേകമാം വിധം ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈശോയെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവ് പ്രാർത്ഥിച്ചപ്പോ സിഹിയോൻ മാളികയിൽ അഗ്നി അയച്ചതുപോലെ, പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിന്റെ ശക്തി, സാന്ത്വനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വലോകരാജനമിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വലോകരാജനമിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈശോയേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോടി ദൂതസൈന്യവുമോ മേഘലോടനായി വരും നിദാനിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാം വേഗം വരുന്നേ
തൻ പ്രിയ സുതരെ തന്നോട് ചേർക്കാൻ വേഗം വരും യേശു ഞങ്ങൾ വീശി ആഹാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി ആരാധന മഹത്വം കർത്താവേ, എല്ലാ നന്മകൾക്ക് നന്ദി കർത്താവേ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കർത്താവേ, കൃപകൾക്ക് നന്ദി കർത്താവേ, സ്തുതി ആരാധന മഹത്വം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ
പ്രകൃതിയുടെ മാതാവുമായ മാതാവുമായ പരിശുദ്ധമ്മയുടെ പരിശുദ്ധമ്മയുടെ ഭക്തി ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന മഹത്വം കർത്താവേ. രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കരുത്ത് നൽകണമേ. പരീക്ഷകൾക്ക് വിജയം നൽകണമേ. വിദേശയാത്രകളെ സുഗമമാക്കണമേ. ജോലിയിടങ്ങളിൽ സംരക്ഷണം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന ആരാധന മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. വിപി ജോസഫ് അച്ഛന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന മഹത്വം കർത്താവേ. ധ്യാനത്തിലൂടെ അവിടുന്ന് സന്ദേശം നൽകിയാണ് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ക്ലേശ ദുരിതങ്ങളെ മാറ്റിത്തരണമേ. ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സ്വചന സന്ദേശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മ മാതാവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉടമ്പടിയുടെ നിയോഗങ്ങളെ വേഗത്തില് പരിഹരിച്ചു തരുവാൻ ഈശോയെ ഈ നാളുകളിൽ ഈ മണിക്കൂറിൽ ഞങ്ങളെ പ്രത്യേകമാംവിധം അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം 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 കർത്താവേ. സ്തുതി ആരാധന മഹത്വം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുഴയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുഴയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉറക്കെ പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ
അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ വാനം രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. കൈകൾ ഉയർത്തി. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വിദ്യ ജോസഫ് അച്ഛനെ ഈ ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയുടെ നീളം ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷയുടെ ജൂബിലി വർഷമാണിത്. കൃപാസനത്തെ പിതാവ് ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് രൂപത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃപാ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചന സഭ കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൃപാസനത്തിൻ്റെ എതിര് വരുന്ന പടിഞ്ഞാറ് വശത്തുള്ള മിഷൻ സെൻറ്ററിലാണ് എല്ലാ ദിവസവും കുമ്പസാരം നടക്കുന്നത്. ജൂബിലി കുമ്പസാരങ്ങളും മറ്റു കുമ്പസാരങ്ങളും കൃപാസനത്തിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിലില്ല. മറിച്ച് ഇതിന് പകരം സ്വസ്ഥവും സമാധാനമായിട്ടത് നടക്കുന്നത് കൃപാസനം നേരെ എതിർവശത്ത് കാണുന്ന നമ്മുടെ മിഷൻ സെൻറ്ററിലാണ്. അപ്പോൾ കുമ്പസാരിക്കാനുള്ളവർ മിഷൻ സെൻറ്ററിലേക്ക് പോകേണ്ടതാണ്. ഇത് മെയ് മാസമാണ്, മാതാവിൻ്റെ വണക്കമാസം. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴും മാതാവിൻ്റെ വണക്കം വായിക്കുകയും വണത്തെക്കുറിച്ച് വൈദികർ ധ്യാനിപ്പിക്കുകയും അത് ശുശ്രൂഷകർ ധ്യാനിപ്പിക്കുകയും അതുപോലെ തന്നെ വണക്കം നിയോഗമായി ഏറ്റെടുത്ത് നടത്തി അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ 2-3 കൗണ്ടറിലുണ്ട് വണക്കമാസത്തിൻ്റെ. നിങ്ങൾ നിയോഗം എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രസീത് നൽകുന്നതായിരിക്കും. ഏറ്റവും പുതിയ സന്തോഷ വാർത്ത, പണ്ടുപോലെ നമ്മൾ ആഗ്രഹിച്ചതാണ്, ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം വന്നത്. കൃപാസനത്തിൽ ഇംഗ്ലീഷ് കവനൻ്റ് ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളം കവനൻ്റിലേ നടക്കുന്നത്. അതിന് പകരം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്ത ബിൽഡിങ്ങിൽ ഇംഗ്ലീഷ് കവനൻ്റ്, ഇംഗ്ലീഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ മീഡിയം മുഴുവനും മലയാളത്തിന് വരെ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം അത് നമ്മുടെ ക്ലാസ്സിന് പകരം പവർ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലരൊക്കെ ഈ ആസാമിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നൊക്കെ വരും. അവർക്ക് ഹിന്ദി ചെയ്യാനുള്ള സൗകര്യം, ഹിന്ദിയിൽ കമൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ചിലർക്ക് ബോംബെയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും അവർക്ക് ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്നവരുണ്ട് മലയാളത്തിനേക്കാൾ ഉപരി. എപ്പോഴും രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ചെല്ലുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ അങ്ങനെ കുറേ ഇസ്രയേൽ ഉൾപ്പെടെ കുറേ സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴേ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം, അപ്പനും അമ്മക്കും മലയാളം അറിയാം, പിള്ളേർക്ക് ആർക്കും മലയാളം അറിയത്തില്ല. അവർ നാട്ടിൽ വരുമ്പോൾ നമ്മൾ മലയാളം കാണിച്ചാൽ അവർ ഇംഗ്ലീഷിൽ കുറേ തോന്നിയ ദിവസം പറഞ്ഞ് കേൾക്കാം, ആർക്കും മനസ്സിലാകണില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കവനൻ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും ആർക്കും ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും ഇംഗ്ലീഷ് കവനൻ്റ് ഇവിടെ. അപ്പോൾ ആ ഒരു പരിമിതി മാറുകയാണ്. മെയ് മാസം ആയതുകൊണ്ട് മാതാവിൻ്റെ മാസമാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സമയം രാവിലെ 10 മണിക്കാണ്. 10:30 ആദ്യത്തെ കവനൻ്റ്, ഇംഗ്ലീഷ് കവനൻ്റ്. രണ്ടാമത്തെ ഇംഗ്ലീഷ് കവനൻ്റ് 1:30. ധൃതി വെക്കേണ്ട കാര്യമില്ല. രാവിലെ 10 മണിക്കാണ്. ഇപ്പോൾ 9 മണിക്ക് ക്ലാസ് തുടങ്ങുമായിരിക്കും. അങ്ങനെ അത് അറേഞ്ച് ചെയ്തിരിക്കണം. അതിന് പ്രത്യേക കൗണ്ടർ ഉണ്ടാവും, ഇംഗ്ലീഷ് കവനൻ്റെ കൗണ്ടറും ഉണ്ടാവും. അവിടെ വന്നിട്ട് വിശുദ്ധവിവരം ലഭിക്കുന്നവർ. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ parishionmissionaries@gmail.com അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ 82 81 29 75 11 മെസ്സേജ് ചെയ്യേണ്ടതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചെറുപ്പക്കാരാണ് ഉദ്ദേശിക്കുന്നത്. കൃപാസനത്തിൽ പരിശുദ്ധ ബലിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, അവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കൃപാസനത്തിൻ്റെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ കൃപാസനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ, പുറത്ത് കിട്ടത്തില്ല.
അതായത് പുറത്ത് ചില ആൾക്കാരത് വെഞ്ചരിച്ചാണെന്ന് പറയുന്നത്, അത് വിൽക്കുന്നത്, അത് അവർ കൊണ്ടുവന്നിരിക്കുന്ന ചരക്കുകളാണ്. പക്ഷേ അതും കൃപാസനമായിട്ട് ബന്ധമില്ല. അത് ഞാൻ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. വെഞ്ചരിച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ഇട്ടുള്ള മേടിക്കണേ ഞാൻ എന്ത് ചെയ്യാനാണ്? അതല്ല, കൃപാസനത്തിൻ്റെതാണെന്നും പറഞ്ഞ് വെഞ്ചരിച്ചാണെന്നും പറഞ്ഞ് അത് വാങ്ങിക്കരുത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് കള്ളത്തരമാണ്. പിന്നെ കൃപാസനത്തിന് വേണ്ടി പുറത്ത് അതായത് നമ്മൾ ഓരോ ഓർഫനേജ് നടത്തുന്നു, ആതുരാലയം നടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരിൽ കുറേ ആൾക്കാർ പിരിവ് നടത്തുന്നുണ്ട്. അത് ചില പൊട്ടി പെണ്ണുങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ തിരക്കണം. ഇവിടെ ഓഫീസിൽ ഒന്ന് തിരക്കണം. ഓഫീസിൽ തിരക്കി കൃത്യഭാഗത്ത് ഒരു കാര്യവും നിങ്ങൾ ഇടപെടരുത്. ഓഫീസിൽ തിരക്കുമ്പോൾ തന്നെ അത് മാനേജറിനെടുക്കാതെ തിരക്കേണ്ടത്. അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ കുറച്ച് മാലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആദ്യം ഉടമ്പടി വെക്കുന്നവർ ആദ്യം മാല ഇടണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാല വിൽക്കണക്കാരെന്തെല്ലാം ആൾക്ക് അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. അവർക്ക് സ്വന്തമായിട്ട് ആ ബിസിനസ്സുകാരുണ്ടാക്കണ തന്നെ ഇത് അങ്ങനെയുള്ള പരിപാടി കൊണ്ട് അകത്തോണ്ടും കയറിയേക്കണം. ഇവിടെ തിരി കത്തിക്കാൻ പോലും സ്ഥലമില്ലാത്തതാണ്. തിരി കത്തിക്കാൻ ഇവിടെ കുറേ ആൾക്കാർ തിരിയും മേടിച്ചിട്ട് വരും. എവിടെ കത്തിക്കണ്ടേ? ഇവിടെയൊന്നും കത്തിക്കാൻ പറ്റത്തില്ല, അനുവാദമില്ല. അപ്പം തിരിയൊക്കെ വാങ്ങിക്കുന്നവർ പുറത്തുനിന്ന് മേടിക്കുന്നവർ നേരെ വീട്ടിൽ കൊണ്ടുപോയേക്കണം. അകത്തോട്ട് കയറ്റരുത്. അതുപോലെ തന്നെ മാല പരിപാടിയും അതൊക്കെ ഒന്നും കൃപാസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇവിടെ ആരും മാല ചാർത്താൻ വേണ്ടി വരികയും വേണ്ട. ഞങ്ങൾ മാല ഇടിക്കത്തുമില്ല. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ പോവുക. ഇവിടെ അതൊന്നും, ഇവിടെ ഉടമ്പടിയിലൂടെ അവൻ പറയണ പോലെ ജീവിതം നമ്മൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. മുട്ടയിൽ നിന്ന് ഇറങ്ങണമെന്ന് കുത്തി മറിയണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനെ മറിയണ തിരികണ സ്ഥലത്തൊക്കെ പോയി ചെയ്തേക്കണം. ഇവിടെ അതൊന്നും ചെയ്യാൻ പറയും. ഇവിടെ അവൻ പറയണ പോലെ ചെയ്ത് മര്യാദയ്ക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുക. അല്ലാതെ മറ്റ് അഭ്യാസങ്ങളൊന്നും വെറുതെ കണ്ണിപ്പൊട്ടിയിട്ട് കാര്യമുണ്ടാകും. നിങ്ങളെ പ്രകൃതമായിട്ട് ജീവിക്കുകയും ചെയ്യും, ലോകം മുഴുവൻ നിരങ്ങി നടക്കുകയും ചെയ്യും. നോൺസെൻസ്. അപ്പം അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇല്ലാത്തവരോടൊന്നും തുടങ്ങി വെക്കരുത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങളത് കാണുക മാത്രമല്ല, ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് അച്ഛൻ അവരുടെ കൂടെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അത് നിങ്ങളത് പാസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തുകൊണ്ട് ആ ശുശ്രൂഷയെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കണം. ജീവവചസ്സുകൾ ലിവിങ് ഓറക്കിൾസ് എന്നും പറഞ്ഞ് സൺഡേ 8 മണിക്ക് നമ്മൾ പുതിയ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോമോൾ സിസ്റ്റം ഇവിടെ ഉള്ളതാണ്. 10-13 കൊല്ലം ഉണ്ടായിരുന്നു. അവരാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രേക്ഷിത എന്ന് പറയണത്. ആദ്യത്തെ ശുശ്രൂഷകർ. അവർ 13 കൊല്ലം അവിടെ ജോലി രാജിവെച്ചതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് അവരുടെ ആധ്യാത്മിക അനുഭവങ്ങളും ദൈവവചന ശുശ്രൂഷയും നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. അവരെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 8 മണിക്കാണ് ആ ശുശ്രൂഷ കൂടിയിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. കൃപാസനം 10 അറബി ഭാഷയുൾപ്പെടെ ഇപ്പോൾ 23 ഭാഷകൾ ലഭ്യമാണ്. അതായത് രാജ്യങ്ങളിൽ പോകുമ്പോൾ അതാത് ഭാഷകൾ വാങ്ങിച്ചുകൊണ്ട് പരിസര പ്രവർത്തനം ചെയ്യാൻ ശ്രദ്ധിക്കുക. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല 1000 മണി ജപമാല, ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന, കൃപാസനത്തെ ഇവിടം വരെ ഉയർത്തി പ്രത്യക്ഷീകരണം വരെ എത്തിച്ചത് ഈ അഖണ്ഡ ജപമാലയാണ്. ഇപ്പോൾ ലോകം മുഴുവനുള്ളവർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൃപാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓഫീസുമായി ബന്ധപ്പെടുക. അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയാതെ നിങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വരരുത്. ഞാൻ മിക്കവാറും ഉണ്ടാകും, ഇല്ലാത്ത ദിവസങ്ങൾ ഓഫീസിൽ നിന്ന് അറിയാൻ പറ്റും. ചില സമയത്ത് എമർജൻസി അടിച്ച് പോയെന്ന് വരും. അപ്പം അതുകൊണ്ട് 9447285400 9447285400 ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം. അപ്പം ചോദിക്കുന്നവർ ഉടമ്പടി എടുത്തവരായിരിക്കണം. അച്ഛനുണ്ടോ എന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഒന്ന് ഉടമ്പടി എടുത്തവരായിരിക്കണം. രണ്ടാമത്തത് നിങ്ങളുടെ വിഷയം എമർജൻസി ആയിരിക്കണം. അച്ഛനെ കാണേണ്ട അത്യാവശ്യമായിട്ടുള്ള വിഷയമായിരിക്കണം. അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണം. ഇവിടെ എന്തുമാത്രം ആൾക്കാർ അച്ഛനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പരിവക്കെട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്. വെറുതെ പട്ടിക്കാശികളുടെ വല്ല കാര്യമുണ്ടോ? കാര്യം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമല്ല കൃപാസനം. കൃപാസനം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ജീവിക്കുന്നതിൽ തന്നെ എമർജൻസി ഉള്ള ആൾക്കാരുണ്ട്. അവർ എമർജൻസി അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും കാണും. ഞാൻ കാണാത്ത ആൾക്കാരില്ല. ഒരു ദിവസം 260 പേരെ കണ്ടത്. എല്ലാവരും കാണും. പക്ഷേ ഈ വിഷയം എമർജൻസി ആയിരിക്കണം. രേഖ കയ്യിലുണ്ടാകണം. ഇപ്പം ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്.
ഇന്നാണെങ്കിലും കാണാൻ പറ്റും. അല്ല 90 ദിവസം തികയണ്ട, പക്ഷേ നിങ്ങളുടെ രേഖ കയ്യിലുണ്ടാകണം, അത് കറക്റ്റായിരിക്കണം. അത് പിന്നെ എപ്പോഴും തമ്മിൽ ഈ നിങ്ങളിങ്ങനെ കുഞ്ഞു ഫോട്ടോയൊക്കെ തരരുത്. അപ്പോൾ എനിക്കത് വെച്ച് പ്രാർത്ഥിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഫോട്ടോ തരുന്ന ഒരു വലിയ ഫോട്ടോ തരണം, A4 സൈസിൽ, അതൊന്ന് ഓർത്തേക്കണം. അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. കാര്യം കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ എടുക്കുമ്പോൾ. ചിലർ കുഞ്ഞ് സ്റ്റാമ്പ് ഫോട്ടോ കൊണ്ടുവരും, അത് വെറുതെ പറ്റിക്കാൻ പറ്റുന്നതാണ്. അവർക്കും താല്പര്യമില്ല. പിന്നെ കൂടെ ഒക്കട്ടെ കിട്ടിയാൽ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആളാണ്. വെറുതെ എൻ്റെ മൂടൗട്ടാക്കരുത് തന്നെ. കാര്യം ഇങ്ങനെയുള്ള പ്രാക്കപ്പെട്ട കാണുമ്പോൾ തന്നെ എനിക്ക് പറയാൻ തുടങ്ങും. കാര്യം അവർക്ക് താല്പര്യമില്ല. പിന്നെ ഒക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കത്തില്ല കാര്യം. വെറുതെ എന്തിനാ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യണേ? ബാക്കിയുള്ള ആൾക്കാർ വൃത്തിമേനായിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അതുവേണ്ടി അച്ഛനെ കാണാൻ വേണ്ടി 3 ദിവസമൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അത്രയും തീക്ഷ്ണമായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യല്ലേ അവർ. അപ്പോൾ അവരുടെ കാര്യം നടക്കണം. അതുപോലെയാണ് ഈ വഴിയെ പോണവരെ ഒത്തിരി പേര് കയറണം കൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രിക്റ്റ് ആയിരിക്കണേ. ഇപ്പോൾ ഒരു വഴിയെ പോകുമ്പോൾ നിറച്ച് ആൾക്കാർ നിൽക്കണം. എന്നാൽ ഈ കൃപാസനം ഇവിടെ എന്താ, ഇവിടെ അതാണ് എന്നൊക്കെ അറിയേക്കാം. എന്നാൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചേക്കാം. ഇങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാർ ഒന്നും ഇവിടെ അഡ്മിറ്റ് ചെയ്യത്തില്ല. ഇത് തീർത്ഥാടന കേന്ദ്രമെന്ന് ഇങ്ങനെ ജൂബിലി സമേത തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലാതെ വേളാങ്കണ്ണി പോലെയുള്ള തീർത്ഥാടന കേന്ദ്രമല്ല. വഴിയെ വന്നവരെല്ലാം തൊട്ടുമുത്തി പോകുന്ന സ്ഥലമല്ല. ഇവിടെ സീരിയസ് ആണ് ലൈഫ്. ഇവിടെ കൈവച്ച ദൈവത്തിന് ആ വ്യക്തിയെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ആ വ്യക്തിയുടെ ധാരണ ദൈവത്തെക്കുറിച്ചുള്ളത് മാറും. ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ മാറും. യേശുക്രിസ്തുവിന് സ്വന്തം മകൻ വിളിക്കപ്പെട്ടവരും. അങ്ങനെ 2 സ്റ്റാറ്റസേ ഉള്ളൂ. 10 ജനങ്ങൾ തമ്മിൽ സ്റ്റാറ്റസ് ഇല്ല, വിശ്വാസികൾ തമ്മിൽ സ്റ്റാറ്റസ് ഇല്ല. അതൊക്കെ വേറെ സ്ഥലമാണ്. നമുക്ക് ഇതല്ല. നമുക്ക് 2 സ്റ്റാറ്റസേ ഉള്ളൂ. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തം, പിന്നെ എന്താണ്? സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. 10 ജനങ്ങളെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇവിടെ ഇല്ല. വിശ്വാസികൾ തമ്മിൽ സ്റ്റാറ്റസ് ഇല്ല. അതൊക്കെ ഓർത്ത് വേണം ഇതിനകത്തേക്ക് വഴിയപ്പെടുന്നവർ കയറാൻ. ഇനി ഉടമ്പടി എടുത്തിട്ട് വലിയ വലിയ സാക്ഷ്യങ്ങൾ കിട്ടിയ ആൾക്കാരുണ്ട്. അവർ പറയാതിരിക്കുന്നവരുണ്ട്. എത്രയും വേഗം പറഞ്ഞ് ദൈവദൃശ്യത്തിലെ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നോക്കുക. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യേണ്ടതാണ്. ഉടമ്പടി ധ്യാനത്തിന് ഇപ്പം നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഡെയിലി ബ്രെഡിൻ്റെ പുറകെ പോവുകയാണ്. ഇപ്പോൾ ഉടമ്പടി ധ്യാനമാണ് എൻ്റെ ബേസ് ധ്യാനം. അതൊരിക്കലും മിസ്സാക്കരുത്. അത് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നടന്ന വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവം, ലക്ഷണം. അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണം? ഈ ഒരു 4-5 സാക്ഷ്യങ്ങൾ, 4-5 ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട്. പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമണായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമണായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് ഒരേ സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജനറലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു 3-4 സാക്ഷ്യങ്ങൾ. ആ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ്,
സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ്. അതിലൂടെ ഇവർ ദൈവതിരുസന്നിധിയിൽ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അത് ഈ ഉടമ്പടിയിൽ കുറച്ച് കൂടുതലാണ്. എല്ലാ മേഖലകളിലും ഉണ്ടത്. സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. ഉടമ്പടിയിലാകുമ്പോൾ ഇതിൽ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും. ആൾ സ്നേഹത്തിൽ അങ്ങനെ വളരും. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവൽ കൂടും. പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ? മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. മാതാവിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കാണുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും. നിങ്ങൾക്കത് അറിയാമോയെന്നറിയത്തില്ല. പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട്. പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല, ഈ കുറേ നാളിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി. നമ്മൾക്ക് ഇൻറ്റിമസി, അത് സംഭാഷണം എങ്ങനെ വരണതാണത്? ദൈവവുമായിട്ട് നമ്മളെ ഇൻറ്റിമസിയിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത്. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണത്? നമ്മൾ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം, ഇൻറ്റിമസി വെച്ചാൽ ആത്മബന്ധമായി. കാര്യം എന്താണ്? അവന് വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമസി ആയിക്കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ. ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭാഷണങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസ് എന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ്. ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന്, തൃശ്ശൂരാണ്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്. സാക്ഷി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന ആംഗിളിൽ നോക്കണം. അത് വേറൊരു കാഴ്ചയാണ്. അപ്പോൾ ഡേവിസ് ചേട്ടന് ബയോപ്സിയൊക്കെ എടുത്തു. ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം. ട്രീറ്റ്മെൻറ്റിന് ചെല്ലണത് മുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്, പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വൈഫ് ഡേവിസിനോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, നമുക്ക് പുതുക്കിയിട്ട് അമ്മനെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും.
അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഗുണം അതാണ്. പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാം. പക്ഷേ ദേവസ്വം പറയണത് നിന്നെ എങ്ങനെ കൊണ്ടുപോകും? കാര്യം ശ്വാസം കിട്ടണില്ല, ശരിക്കും ആളിന് നിൽക്കാൻ പറ്റണില്ല. പിന്നെ ഇങ്ങനെ നടക്കണത്, ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്. അപ്പം എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറയണത് ഞാനിവിടെ ഒരു കണക്കിന് ആളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി, പറ്റണില്ല, അത്രയും ആപത്ത് പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞാൽ എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വിയർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും. ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട് മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവേൽപ്പിച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും. പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ്. എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലയിൽ ചെല്ലും. പുതുക്കണ നിലയിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചു പോയിരിക്കണത്? ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത്. അതാണ് ഇത്ര ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. പുതുക്കണ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി. ദേവസ്യേട്ടൻ പറയണത് ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ വരെ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്. സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യാൻ. അതിൻ്റെ അർത്ഥം ദേവസ്വന് മനസ്സിലാക്കണം, ഇതിവിടെ ആരും മുല്ലപ്പൂ ഉപയോഗിച്ചതും സെൻ്റടിച്ചതല്ല, ഞാൻ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്നല്ലേ ചോദിച്ചത്, ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് വീട് വരെ വരും. സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും. വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം RCC പോവും. RCC പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി രണ്ടാമത് സ്കാൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, നമ്മൾ കണ്ടതൊന്നും ഇപ്പം ഇതിൻ്റെ അത് കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഡേവിസ്ചേട്ടനോട് അവർ ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കൃപാസന അമ്മയെ കാണാൻ പോയി. അതാണ് സംഭവം. ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഓപ്പറേഷനില്ല, മരുന്നില്ല, അമ്മയെ ഒന്ന് കണ്ടതാണ്. ആ ഇൻറ്റിമസിയാണ് ആ സംഭവം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, എവിടെയാണ് നമ്മൾ വരണത്, എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം. കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. സ്നേഹമേ
സ്തോത്രമേ. ഒരുമിച്ച് പാടുക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഓ ദിവ്യകാരുണ്യ ഉണ്ടായിരിക്കട്ടെ. സ്നേഹമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. കൈകൾ കർത്താവിന്റെ നേരെ നോക്കിക്കൊണ്ട് ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഓ പുകഴ്ചയും ദിവ്യകാരുണ്യ ഉണ്ടായിരിക്കട്ടെ. സ്നേഹമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. എപ്പോഴും വരെ രണ്ടാമതൊരു സാക്ഷ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ ലെവലിലെ സാക്ഷ്യങ്ങൾ നോക്കിയാണ്. നിങ്ങളും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരണേ. അതിനുവേണ്ടിയാണ് അച്ഛൻ ഇതെല്ലാം കൂട്ടിയിട്ട് പറയണത്. അത് വേറൊരു സാക്ഷി ദിവസങ്ങൾ വന്നത് ബൈജൂസ് എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. ബൈജൂസ് പൊൻകുന്നത്തുകാരനാണ്. ആസ്ട്രേലിയയിൽ അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുകയാണ്. പിന്നെ കരാട്ട ക്ലാസ് നടത്തും. അപ്പോൾ 2 തരം ജോലി അദ്ദേഹം ചെയ്യണം. അപ്പോൾ അത് കുറേ വർഷമായി അതിങ്ങനെ ചെയ്യണേ. അപ്പോൾ ബൈജൂസിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൃപാസനത്തിനോട് വെറുപ്പാണ്. അതിൻ്റെ കാരണം വെച്ചാൽ പണ്ട് കുറേ പാഴ് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പുള്ളി. കുറേ കള്ള വീഡിയോ ഒക്കെ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇട്ടില്ലായിരുന്നില്ലേ, പത്രം തിന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ ആൾക്കാർ ഇത് വെച്ച് ഒത്തിരി പേര് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ബൈജൂസ്. ബൈജൂസ് സത്യമാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട്. അയാളുടെ പക്ക കാത്തലിക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ കൃത്യമായ രീതിയിൽ കത്തോലിക്ക ജീവിതം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെക്കുറിച്ച് കേട്ടപ്പോഴിങ്ങനെ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കണ പോലെ അദ്ദേഹത്തിന് തോന്നി. നാട്ടുകാർ അങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് ആരോപിച്ചിരിക്കണത്. അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇന്ത്യൻ ആർമി പിടിച്ചുകൊണ്ട് പോയി, ഒരു യൂട്യൂബറിനെ. അയാൾ കഴിഞ്ഞ മാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കൃപാസനത്തിൽ പത്രത്തിൽ ഇരുന്നാൽ സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞെന്നാണ്. ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. പ്രതികരിക്കേണ്ട ആൾ മുകളിൽ നിന്ന് പ്രതികരിച്ച ആളിപ്പകത്താവും. അപ്പം ഇങ്ങനെ കുറേ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ പിശാച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇരയാണ് ഈ ബൈജൂസ്. എൻ്റെ ഇര ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാമല്ലോ, വിശ്വാസം എടുത്തു കളയാൻ വേണ്ടി എപ്പോഴും ശത്രു പണികൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? പ്രഭു നല്ല വിത്തല്ലേ നീ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ? മത്തായി 13:27-28 തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 27-28 വാക്യങ്ങൾ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും ശത്രു അവന്റെ ജോലി ചെയ്യും. ഇപ്പം കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ശത്രു ചെയ്ത പരിപാടിയാണ്. അതെന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മാത്രം ഇങ്ങനെ, കൃപാസനത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, സാത്താൻ വളരെയേറെ ശ്രദ്ധയോടുകൂടിയാണ് കൃപാസനത്തെ ശ്രദ്ധിക്കണത്. അമ്മയുടെ തനി സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആത്മാക്കൾ വീണ്ടെടുക്കുമെന്ന് സാത്താന് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് അവൻ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ
നടത്തിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും കേൾക്കത്തില്ല. എന്താ കാരണം വെച്ചാൽ കേൾക്കണതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യമില്ല. കാര്യം നമ്മൾ നമ്മുടെ സുവിശേഷ വേലയായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് കേൾക്കണത് വലിയ കാര്യമില്ലെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ യുദാസിനെ കർത്താവ് അപ്പം മുക്കി കൊടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അതാണ് നിലപാടതാണ്. ടേക്ക് ദ ബെഡ് അപ്പ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ആരോടാ പറഞ്ഞത്? യുദാസിനോടല്ല. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? സാത്താനോട്. അതാണ് സംഭവം. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഒരു വചനം ലിങ്ക് ചെയ്ത് വരണത്. മനുഷ്യപുത്രൻ, നീ എന്ത് ചെയ്താലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. ഇത് ഒരു ജീവിത നിലപാടാണ്. ഞാനത് കർത്താവിൻ്റെ നിന്ന് പഠിച്ചതാണ്. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഏഷണി, വൈരാഗ്യം, നിങ്ങളുടെ ജോലി മുടക്കുക, കല്യാണം മുടക്കുക, അല്ലേ, നിങ്ങളുടെ താത്തിക്കിട്ടുക, ഗ്രൂപ്പിസമായിട്ട് നിങ്ങളെ ഒഴിവാക്കുക, ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും. സ്കൂളെന്ന് പറയണ്ട, എല്ലാ മനുഷ്യൻ്റെ സമാജങ്ങളിലെല്ലാം ഇത് നടക്കും. അപ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? നമ്മൾ ഉടനെ അവിടെ വാക്കത്തേക്ക് പിടിക്കാൻ പോവുക? ഇല്ല. നമ്മളെന്ത് ചെയ്യും? സാത്താന് ചെയ്യാനുള്ള ചെയ്യട്ടെ. കാര്യം എന്താ? സാത്താനേക്കാൾ വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മനുഷ്യപുത്രൻ, അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു, സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവചനങ്ങൾ മാത്രമല്ല, സുവിശേഷത്തിൽ ഒരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ്? ശത്രുക്കളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദ ബെഡ് അപ്പ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 6:27. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിടിയിട്ടില്ലേ? ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി പ്രതിരോധത്തിൽ വരികയും മറ്റുള്ളവർ നമ്മളെ സൈഡ്ലൈൻ ചെയ്യുകയും ഒഴിവാക്കുകയും നമ്മൾ വട്ടം ചവിട്ടുകയും നമ്മുടെ വളർച്ച മുരടിപ്പിക്കുകയും നമ്മളെക്കുറിച്ച് ദൂഷണങ്ങളെല്ലാം പറഞ്ഞു പരത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. കാര്യം നിന്നിൽ സാത്താൻ പ്രവശിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് സംഭവം. അല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്നാണ് അവൻ പറയണ പോലെ ചെയ്യുകയല്ല ഉടമ്പടി, അല്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ല, ചെയ്തോളാമെന്നാണല്ലോ നമ്മൾ ഉടമ്പടി പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നാത്തൂനാകാം, ചിലപ്പോൾ ഹെഡ് മാസ്റ്ററാകാം, ചിലപ്പോൾ യൂണിയൻകാരാകാം, ചിലപ്പോൾ അയൽവാസികളാകാം. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിന് ഒത്തിരിയേറെ ആൻറ്റിവൈറസുകളുണ്ടാവും. ഇപ്പം നമ്മളും അവരെപ്പോലെ ഒരു വൈറസായിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല. നമ്മളൊരു വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ സുവിശേഷവിഹിതമായ ജീവിതത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പത്തി വിടർത്തി വരണത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? മനുഷ്യപുത്രൻ
എഴുതപ്പെട്ടിരിക്കുന്നവർ ഈ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഒരു സാക്ഷ്യം വന്ന് സാക്ഷ്യമൊക്കെ എഴുതി വാങ്ങിച്ച് അത് പറയിപ്പിക്കണ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഇവിടെ സാക്ഷ്യത്തെ പറയിപ്പിക്കുന്നവർ അതിനകത്ത് ഇടപെട്ട് പറഞ്ഞു, ചേച്ചി അത് 20 വർഷമായിട്ട് മക്കളില്ല, അവർക്ക് 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ് വിഷയം. ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ മക്കളെ കിട്ടി. അപ്പോൾ നല്ല സാക്ഷ്യമല്ലേ അത്? പക്ഷെ ഇവിടെ പറയിപ്പിച്ചില്ല. അതെന്താ പറയിപ്പിക്കഴിഞ്ഞത്? അത് അവരോട് ചോദിച്ചു, നിങ്ങളിത് IVF എടുത്തിട്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ച്. അവർ പറഞ്ഞ് ഞങ്ങൾ IUI എടുത്താണെന്ന് പറഞ്ഞ്. അത് സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലേ? അതാണ് സംഭവം. സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വചനത്തിൽ എന്ത് പറയണമെന്ന് നോക്കും. രണ്ടാമതാണ് വചനത്തിൽ തന്നെ അതാത് കാര്യങ്ങളിൽ. എന്തിനാണ് ഈ മാർപ്പാപ്പയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കണത്? അതിനെന്തിനാണ് സംഘത്തെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു കാലങ്ങൾ മാറി മാറി വരുമ്പോൾ പുതിയ ആത്മീയ പ്രതിസന്ധികൾ ഉണരുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു നോട്ട് തന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യണ്ടേ? അവിടെ കയ്യിരിക്കണ വലിയ വടി എന്താണ് ഇരിക്കണത്? ആ വടി കൊണ്ട് ഇങ്ങനെ ആടിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അടിച്ചടിച്ചാണ് കൊണ്ടുപോകണത്. 10 അടി അപ്പുറത്ത് പിന്നെ കാഴ്ചയില്ല. അതുകൊണ്ട് ഇടയൻ്റെ കയ്യിലൊരു വടി ഉണ്ടാവും. ആ ഇടയൻ അടി കേൾക്കാൻ പറ്റുന്ന കാരണം പോകേണ്ട ദിക്ക് ഇങ്ങനെ അടിച്ച് കാണിക്കും, റോഡിലായിട്ട് അടിച്ച് കാണിക്കും. അപ്പോൾ ആടെ ആ വഴിക്ക് തിരിച്ചു പോകും. അതിനാണ് ഈ വലിയ മാർപ്പാപ്പയുടെ കയ്യിലൊക്കെ മെത്രാന്മാരുടെ കയ്യിലൊക്കെ ഒരു വടി ഇരിക്കണില്ല. അവരുടെ അതായത് നമ്മൾ വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു എന്ന് കണ്ടാൽ അവർ നമുക്ക് നോട്ട് തരും ഉടനെ. അതാണ് സഭയുടെ സംവിധാനം എന്ന് പറയണത്. ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ വചനമുണ്ട്, വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനമുണ്ട്. അതിന് ആ ജീവിത രീതിയിൽ ഒരു പുതിയ കാലം വരുമ്പോൾ, പുതിയ ശാസ്ത്രം, പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അത് ദൈവഹിത പ്രകാരമാണോ എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തരും. അതിനാണ് ഇടയനെന്ന് പറയണത്. കർത്താവന്മാരൊക്കെ നമ്മൾ എന്താ വിളിക്കണത്? ഇടയനെന്നാണ് വിളിക്കണത്. അവരെഴുതുന്ന ലേഖനങ്ങൾക്ക് എന്താ പറയണത്? ഇടയ ലേഖനം എന്നാണ് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ വന്ന് ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യം. നമ്മളിവിടെ ഈ കുറച്ച് നാളല്ലേ ജീവിക്കത്തുള്ളൂ. എത്ര കാലം ജീവിക്കും? മാക്സിമം വന്നാൽ 70 കൊല്ലം ജീവിക്കും. 70 കൊല്ലം കഴിഞ്ഞുള്ള ജീവിതം. ഇപ്പോൾ മാർപ്പാപ്പയാണെന്ന് മെത്താന്മാരൊക്കെ 75 വർഷം, അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ളവർ 75 വയസ്സ് റിട്ടയർ ചെയ്യാൻ പറഞ്ഞിരിക്കും. പിന്നെ ബുദ്ധിബോധമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം. 75 വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസൈൻ ചെയ്തിട്ട് പ്രീസ്റ്റ് പോലെ പോയിരിക്കാൻ പറയും. അവിടെ ഉള്ള തന്നെ കഞ്ഞിയും കുടിച്ച് ചാപ്റ്റർ കോഴ്സ് ചെയ്യോടെ. അത്ര ടൈമുള്ളത് നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല, ഓർമ്മ ഉണ്ടാകത്തില്ല, വല്ലതുമൊക്കെ വിളിച്ച് പറയും. അപ്പോൾ സഭ ഈ വിഷയത്തിലെല്ലാം വളരെ കരുതലുള്ള ആണ്. ജനങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കരുതലാണ്. ജനങ്ങൾക്കും അതുപോലുള്ള ഒരു കരുതൽ വേണം. എന്താ കരുതൽ വേണ്ടത്? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞ പോലെ തന്നെയാണോ? മനസ്സിലായി? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഓപ്ഷൻ ഉടമ്പടിയേ ഉള്ളേ. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ജീവിതം ഉടമ്പടിയാണ്. ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം. അങ്ങനെയുള്ളവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപ്പിടുത്തമോ അതിൻ്റെ അകത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്. നിത്യത എപ്പോഴും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്? എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചത് കൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത്. ഉടമ്പടി കിട്ടിയത് നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 2004 സംഭവിച്ചതാണ്. അത് 10 കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോക്കുമില്ല. 10ാമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു, നീ അകത്ത് കയറണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അഭ്യാസമൊന്നും വേണ്ട. കാര്യം എന്താണ്? നിൻ്റെ അടുത്ത് ഞാൻ നേരെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഞാനൊരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചിരിക്കുന്നത്.
നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തിവെച്ചില്ലേ, നിൻ്റെ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ കാത്തു കയറ്റാഞ്ഞത്. നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കലപ്പ് ഇവിടെ വന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ആ മാതാവ്, ആദ്യം പ്രതിഷ്ഠിച്ച മാതാവ് അവിടെ ഇരിക്കണത്. ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ, അതാ മാതാവാണ്. മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പ്രാർത്ഥനയും തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. ജനങ്ങൾക്ക് ചീട്ടടിച്ചു കൊടുത്ത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. എന്നിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനിവിടെ ജോസി എന്ന് സഹോദരനുണ്ട് ഇവിടെ, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജോസി പറഞ്ഞപ്പോൾ ജോസി ഇതിൻ്റെ ഒരു 10,000 കോപ്പി അടിക്കണം, മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. മലയാറ്റൂർ മല കയറാൻ പോണില്ലേ, അതിൻ്റെ ചവിട്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്കെല്ലാം കൊടുക്കണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ഒരു ബോധം ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരണത്. അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത്. അമ്മ ചോദിച്ചത് എന്താ? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. അപ്പോൾ കൃപാസനത്തിൽ നിറവേറണം. അത് എന്ത് പ്രാർത്ഥന എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വാടിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കിയ വന്ന പ്രാർത്ഥനയാണത്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും, ഒരു സംശയമില്ല കാര്യം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃത്തിയും മേനയോടെ നേരെ ചൊവ്വയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. കാര്യം എന്താ? ഇത് സീൽഡാണ്. എന്തിൻ്റെ സീൽഡാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ്. ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞ് എന്ത് വന്നോടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് 2004 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് ഏറ്റുപറഞ്ഞപ്പോഴാണ് അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കൺവേർട്ട് ചെയ്ത് തന്നത്. ഇതുപോലെ നിങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റുപറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയറാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്. അതായത് ഞാനിപ്പോൾ അലക്സിനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം എടുത്തിട്ട് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തുമാത്രം അതിൻ്റെ തൊണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് സാക്ഷ്യം വ്യാഖ്യാനിച്ച് തരണത്. അതെല്ലാം ഓരോ സാക്ഷ്യവും പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിത രീതി എന്നെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ എന്നെ തന്നെ ഒരുക്കുന്നതായിട്ട് ഞാൻ ഏറ്റുപറയുകയും എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരനായി വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനി ബൈജൂഷിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഈ ബൈജൂഷിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇതുപോലെ സാത്താൻ വിതച്ച കുറേ കളകൾ വളർന്നിട്ട്